ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമദാൻ വന്നാൽ എല്ലാ പരിപാടിയും നിർത്തിവെച്ചിട്ട് ഹാദാ ശഹ്റുൽ ഖുർആൻ, ഇത് ഖുർആനിന്റെ മാസമാണെന്ന് പറഞ്ഞ് ഒഴിവ് സമയം മുഴുവനും പരിശുദ്ധമായ ഖുർആനിൽ തന്നെ. ഇനി വരാം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ്? അംബലി മദ്ഹബിന്റെ ഇമാമാണ്. നാലാമൊരു മദ്ഹബിന്റെ ഇമാമിൽപ്പെട്ട അംബലി മദ്ഹബിന്റെ ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ അവരുടെ ശരീക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായതിനു ശേഷം സ്വപ്നത്തിലെങ്ങാനും കണ്ടിരുന്നോ? അപ്പൊ അന്നത്തെ ശരീക്കന്മാരായ ആലിമീങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങൾ കണ്ടിരുന്നു. എന്താണ് അവസ്ഥ? ഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്നah, അദ്ദേഹം സ്വർഗത്തിന്റെ വാതിലിൽ ഇരിക്കുകയാണ്, അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുകയാണ് എന്ന് അന്നത്തെ സമകാലികരായതായ ശരീക്കന്മാർ സ്വപ്നം കണ്ടത് കിതാബുകളിലെല്ലാം എടുത്തു പറയുന്നതായി കാണാം. എന്തായാലും ആ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിം പറയുമായിരുന്നു, ഹാദാ ശഹ്റുൽ ഖുർആൻ, ഈ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് ഖുർആനിലൂടെ നിങ്ങൾ ജീവിക്കണേ. ഇനിയോ, ഞാൻ മുൻകാലത്തുള്ള മഹാരഥന്മാർ പരിശുദ്ധമായ റമദാനിനെ എങ്ങനെ വരവേറ്റു എന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇനി സുഫിയാൻ സൗരി വരാം. സുഫിയാൻ സൗരി ആരാണ്? മുജ്തഹിദിന്റെ പണ്ഡിതൻ, ഇജ്തിഹാദിന്റെ പദവിയെത്തിയ മഹാനാണെന്ന് ജംഉൽ ജവാമി പരാമർശിക്കുന്നുണ്ട്. സുഫിയാൻ സൗരിയും സുഫിയാൻ ഇബ്നു ഉയൈനയും ആ ഇജ്തിഹാദിന്റെ പദവിയെത്തിയ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയും റമദാൻ വന്നാൽ എല്ലാം മാറ്റിവെച്ച്, ദർസെല്ലാം നിർത്തിയിട്ട്, കിതാബെല്ലാം മാറ്റിവെച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിൽ തന്നെ. ഇനിയോ, താബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ആരാണ്? രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത മഹാനാണ്. നേരം വെളുക്കോളം ഇബാദത്താണ് സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ. അന്നത്തെ കാലത്തെ മദീന പള്ളിയുടെ ഗവർണറായിരുന്ന മാലിക് ബിൻ മർവാന്റെ നിയമങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച ആളാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിക്കെതിരെ പ്രഖ്യാപനം നടത്തി. അന്നത്തെ കാലത്ത് സഈദ് ഇബ്നുൽ ജുബൈറിനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി രാജാവ് പ്രഖ്യാപനമിട്ടു. പട്ടാളക്കാർ സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുപോയി. രാത്രി ഒരു സ്ഥലത്തെത്തിയപ്പോൾ സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതായാലും നിങ്ങൾ എന്റെ രാജാവിന്റെ അടുത്തേക്കല്ലേ കൊണ്ടുപോകുന്നത്, ഇവിടെ എനിക്കൊന്ന് കുറച്ചു നേരം നിസ്കരിക്കാനുള്ള സമയം തരുമോ? സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ഇബാദത്തിൽ തന്നെ. അവിടെ മരുഭൂമിയിലാണ് കഴിച്ചു കൂട്ടുന്നത്. ആ മരുഭൂമിയിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. നേരം വെളുത്തു. പട്ടാളക്കാരോട് പറഞ്ഞു, ഇനി നമുക്ക് പോകാം. അപ്പൊ പട്ടാളക്കാര് പറഞ്ഞു, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇത്ര നല്ലൊരു മനുഷ്യനെ രാജാവിന്റെ മുന്നിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? എന്തായാലും രാജാവ് പ്രഖ്യാപിച്ചതല്ലേ, പോകാം എന്ന് പറഞ്ഞു സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു രാജാവിന്റെ അടുത്തേക്ക് പോയി. രാജാവ് അവിടെ ചെന്ന് കുറച്ച് ചോദ്യങ്ങളാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനെ കുറേ പുകഴ്ത്തി. വിശാലമായ ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ചോദിച്ചു. എല്ലാവരെ കുറിച്ചും നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായമാണ്. നീയോ അൻത ഖാതിലു ഔലിയാഇക, നീ നിന്റെ ഔലിയാക്കന്മാരെ കൊല്ലുന്ന ആളാണ്. നീ ഔലിയാക്കന്മാരെ നല്ല നിലക്ക് നടക്കുന്നവരൊക്കെ കൊല്ലുന്ന ദുഷിച്ച ഭരണാധികാരിയാണെന്ന് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞപ്പോൾ സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ നിലത്ത് കിടത്തി കമഴ്ത്തിയാണ് കിടത്തിയത്.
ചെരിച്ചാണ് കിടത്തിയത്. ചെരിച്ച് കിടത്തിയപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കിടത്തിയത്. ചെരിച്ച് കിടത്തിയപ്പോൾ സഈദ് ഇബ്നുൽ ജുബൈർ തങ്ങള് എന്ന് പറയുന്ന ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതിയപ്പോ രാജാവിന് ഒന്നും കൂടി ഭ്രാന്ത് പിടിച്ചു. തിരിച്ച് ഇങ്ങോട്ട് കിടത്തി. അപ്പ പറഞ്ഞു ഐനമാ തുവല്ലൂ വജൂഹക്കും വസമ്മ വജൂഹുല്ലാഹ്, എവിടെ തിരിഞ്ഞാലും പടച്ചവനാണ്, അതുകൊണ്ട് ഞാൻ എന്തിനു പേടിക്കണം എന്ന് സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ആ ആയത്ത്, ആ സൂചന നൽകുന്ന ആയത്തോതി. അപ്പ കമഴ്ത്തി കിടത്തി. അപ്പ പറഞ്ഞു ഭൂമിയും ആകാശവും ഒക്കെ അല്ലാഹുള്ളതാണ്, ഞാൻ എന്തിനു പേടിക്കണം. ആ സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഒരു ഖത്മ തീർത്ത മഹാനാണ്. സഈദ് ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹു ഒരു രാത്രി ഒരു ഖത്മ തീർത്ത മഹാനാണ്. പരിശുദ്ധമായ ഖുർആൻ രാത്രിയാണ് തുടങ്ങിയാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു രാത്രി മുഴുവനും ഒരു ഖത്മ ഓതി തീർത്ത മഹാനാണ്. നിങ്ങൾക്കറിയുമോ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന മഹാൻ 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ ഓതി തീർക്കാറുണ്ടായിരുന്നു. വകീഅ ഇബ്നുൽ ജറാഹ് എന്ന് പറയുന്ന മഹാൻ ഒരു രാത്രിയിൽ ഒരു ഖത്മും 3 പകലാകുമ്പോഴേക്ക് ഒരു ഖത്മും തീർത്തിരുന്ന മഹാനാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയോ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പരാമർശിച്ച പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല കിതാബായി ലോകം എണ്ണിയ പണ്ഡിതന്മാരെ മുഴുവനും സമ്മതിച്ച കിതാബിന്റെ ഉടമയായ ഇമാം ബുഖാരി പകൽ ഒരു ഖത്മും ഓരോ രാത്രി 3 രാത്രിയിൽ ഒരു ഖത്മും തീർത്ത മഹാനാണ് ഇമാം ബുഖാരി. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഉമ്മമാരെ, സഹോദരിമാരെ, ഈ റമളാനിനെ ഖുർആൻ കൊണ്ട് നാം ജീവിപ്പിക്കണം. ഖുർആൻ ഓതിയിട്ട് പരിശുദ്ധമായ റമളാനിനെ നാം വരവേൽക്കണം. റമളാനിന്റെ പകലും രാത്രിയും ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ഖുർആനിന്റെ മാധുര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിന് വേണ്ടിയിട്ടായിരിക്കട്ടെ ഈ പരിശുദ്ധമായ റമളാൻ. കാരണം ഖുർആൻ ഓതിയാൽ ഉള്ള ഫലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, അതിലപ്പുറം വഴുതു പറയാനുണ്ട്. നിങ്ങൾക്കറിയുമോ ഖുർആൻ ഓതിയാൽ നാളെ മരിക്കുന്ന സമയത്ത് ആ ഖുർആൻ നിന്റെ കൂടെ വരും. ഇമാം ഇബ്നു അബി ദുനിയക്ക് ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് മൻ ആശ ബഅദൽ മൗതി എന്ന് പറയുന്ന കിതാബ്. 164 കിതാബ് രചിച്ച മഹാനാണ് ഇമാം ഇബ്നു അബി ദുനിയ. ഓരോ വിഷയത്തിലും പ്രത്യേകമായ കാഴ്ചപ്പാടുകളോടുകൂടെ കിതാബ് രചിച്ച മഹാനാണ് ഇമാം ഇബ്നു അബി ദുനിയ. അന്നത്തെ കാലത്തുള്ള ഖുലഫാക്കന്മാരുടെ മക്കൾക്കുള്ള ഉസ്താദായിരുന്നു. ഒരു സദസ്സിൽ ഇരുന്ന് വയല് പറയാൻ ഉദ്ദേശിച്ചാൽ ആ സദസ്സിനെ കരയിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ കരയിപ്പിക്കും, ചിരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ചിരിപ്പിക്കും. അത്രയും വലിയ മാസ്മരിക ശക്തിയോടുകൂടെ പ്രഭാഷണം നടത്തിയ മഹാനാണ് ഇബ്നു അബി ദുനിയ. ആ ഇബ്നു അബി ദുനിയ 164 കിതാബ് രചിച്ചിട്ടുണ്ട്. ആ കിതാബിൽ ഒരു കിതാബാണ് മൻ ആശ ബഅദൽ മൗതി എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഇമാം മുവരിഖുൽ ഇജ്ലി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ മരണമാസന്നമായ ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. മരണമാസന്നമായി അദ്ദേഹം ബോധം കെട്ട് കിടക്കുകയാണ്, മരിച്ചിട്ടില്ല, ബോധം കെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലഭാഗത്ത് നിന്ന് ഒരു പ്രകാശം ഇങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ അത് വീടിന്റെ മച്ചിലേക്ക് അങ്ങോട്ട് ഉയർന്ന് അങ്ങനെ പോയി. പിന്നെ ഒരു പ്രകാശം 2 കാലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു. ആ പ്രകാശവും അങ്ങനെ തന്നെ മേൽഭാഗത്തേക്ക് ഉയർന്നുപോയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു,
ചോദിച്ചു, ഹൽ അലിംത മാ കാന മിൻക, നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം നിങ്ങൾ അറിയുമോ? നിങ്ങളുടെ കാലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകാശവും തലന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകാശവും പറന്നുപോയി, അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാലാ നഅം, അതേ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അമ്മൻ നൂറുല്ലദീ ഖറജ മിൻ റഅസി, എന്റെ തലഭാഗത്ത് നിന്ന് പുറപ്പെട്ട ആ പ്രകാശമുണ്ടല്ലോ, അത് ഫഅർബഉ അശറ ആയതൻ മിൻ അവ്വലി അലിഫ് ലാം മീം തൻസീലുൽ കിതാബ്, അത് സൂറത്തു സജദയുടെ ആദ്യത്തിലുള്ള 14 ആയത്തുകളുടെ പ്രകാശമാണ്. സൂറത്തു സജദയുടെ തുടക്കത്തിലുള്ള 14 ആയത്തുകളുടെ പ്രകാശമാണ്. ആ പ്രകാശമാണ് മേൽപോട്ട് ഉയർന്നത്. വഅമ്മൻ നൂറുല്ലദീ ഖറജ മിൻ രിജ്ലിയ, എന്റെ കാൽഭാഗത്ത് നിന്ന് ഉയർന്നു പോയ ആ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം ഫആയത്തു സജദ, അത് ഏത് പ്രകാശമാണ്? അത് സജദ. ഞാൻ സജദ സൂറത്ത് ഞാൻ ഓതുമായിരുന്നു മുഴുവനായിട്ട്. ആ സജദയുടെ സജദയുടെ ബാക്കിയുള്ള ആയത്തുകളുടെ പ്രകാശമാണെന്ന് അദ്ദേഹം പറയുകയും, വഅമ്മൻ നൂറുല്ലദീ ഖറജ മിൻ സുറതിഹി, പിന്നെ അദ്ദേഹത്തിന്റെ പുക്കളിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകാശം ഉയർന്നു പോയിരുന്നു. ആ പ്രകാശം ഫആഖിറു സൂറത്തി സജദ, അത് സജദ സൂറത്തിന്റെ അവസാന ഭാഗമാണ്. എന്തിനാണ് ആ പ്രകാശം പോയത്? അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാകുകയാണ്. അദ്ദേഹം പറയുന്നു, ദഹബന യശ്ഫഅനി, ആ 3 പ്രകാശവും മേൽപോട്ട് ഉയർന്നു പോയത് യശ്ഫഅനി, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഇവിടെ മരണപ്പെടാൻ പോവുകയാണ്. മഹാന്മാര് മുമ്പേ മരണത്തെ സംബന്ധിച്ച് അറിഞ്ഞവരാണ്, മരണം മുൻകൂട്ടി അറിഞ്ഞവരാണ് മഹാന്മാര്. മുമ്പ് തന്നെ അവരുടെ മരണത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കും, മുൻകൂട്ടി തന്നെ അവര് വിവരം കിട്ടും അവർക്ക്. അതുകൊണ്ട് മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം നൂറുൽ ഇർഫാൻ മാസികയിൽ വരുന്നുണ്ട്. അവിടെ അത് നിങ്ങൾക്ക് വിശദമായിട്ട് വായിക്കാവുന്നതാണ്. മുൻപേ മരിച്ചുപോയതാ, മരണം മുമ്പേ കണ്ട മഹാരഥന്മാർ അവർ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ വസിയത്ത് ചെയ്തു, ഇതെല്ലാം പരാമർശിക്കുന്ന ലേഖനമാണ് അന്ത്യനിമിഷങ്ങൾ എന്ന ഹെഡിങ്ങിൽ വരുന്ന ലേഖനം. ആ ലേഖനം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം പറയുകയാണ്, മരണം മുന്നിൽ കണ്ട ഈ മഹാൻ പറയുകയാണ്, ആ 3 പ്രകാശവും പോയത് യശ്ഫഅനി, അത് എനിക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ്. വബഖിയത്ത് തബാറക, ഇനി എന്നിൽ ഒരു പ്രകാശം കൂടി ശേഷിക്കുന്നുണ്ട്, എവിടേക്കും പോകാതെ. അത് തബാറക അല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന സൂറത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശം ഇന്ദി, എന്റെ അടുക്കലുണ്ട്. യഹ്റുസുനി, എന്റെ കാവൽ ഭടനായി എന്റെ അടുക്കൽ അതുണ്ട്. എന്നെ എല്ലാറ്റിൽ നിന്നും സംരക്ഷിക്കാനായി ആ സൂറത്തിന്റെ പ്രകാശം എന്റെ അടുക്കലുണ്ട്. വകുന്തു അഖറഉഹുമാ കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഈ 2 സൂറത്തും ഞാൻ ഓതാറുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും ഞാൻ സൂറത്തു സജദയും സൂറത്തു തബാറകയും ഓതിയിട്ടാണ് ഉറങ്ങാറ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് സംരക്ഷണമാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ എല്ലാ നിലക്കും നമുക്ക് സംരക്ഷണമാണ്. അതുകൊണ്ട് ഈ വരുന്ന പരിശുദ്ധമായ റമദാൻ, എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ ചെറുപ്പക്കാരികളെ, പരിശുദ്ധമായ ഖുർആനിനെ ഈ റമദാൻ കൊണ്ട് നിങ്ങൾ വരവേൽക്കണേ. അത് ഖബറിൽ നിങ്ങൾക്ക് സംരക്ഷണമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംരക്ഷണമാണ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഒരു നേരം സത്യമല്ലാത്തത് പോലും ചിന്തിക്കാത്ത മുത്തുനബിയാണ് പറഞ്ഞത്. സത്യമല്ലാത്ത അതുപോലും ചിന്തിക്കാത്ത, സത്യം മാത്രം വായിലൂടെ വന്ന സാദിഖുൽ മസ്ദൂഖ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകും. താബീങ്ങളിൽപ്പെട്ട ഒരു മഹാന് മരണത്തോട്
അടുത്തിരിക്കുകയാണ്. അപ്പൊ അടുത്തുള്ള അയൽവാസികൾ വന്ന് മക്കളോട് ചോദിച്ചു, ഓ മക്കളെ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് എന്താണ് സമ്പാദ്യമായി നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്? വാപ്പ ഇവിടെ മരിച്ചു പോവുകയാണ്, മക്കളാകുന്ന നിങ്ങൾക്ക് വാപ്പ സമ്പാദ്യമായിട്ട് എന്താണ് നൽകിയിട്ടുള്ളത്? അപ്പോൾ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല, പക്ഷെ വാപ്പ ഞങ്ങൾക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സമ്പാദ്യമായി വാപ്പ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പൊ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്, അല്ലിമു ഔലാദകും ഖുർആൻ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണേ. എത്ര ആധുനികപരമായതായ സജ്ജീകരണങ്ങൾ വന്നാലും പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ നാം മറന്നുപോകാൻ പാടില്ല. മഗ്‌രിബിന്റെ സമയം സൂറത്തുൽ വാഖിയ നാം മക്കളെ കൊണ്ട് ഓതിപ്പിക്കണം. സൂറത്ത് തബാറക് നാം ഓതിപ്പിക്കണം. അതുപോലെ തന്നെ അങ്ങനെയായിരുന്നു മുൻകാലത്തുള്ള മഹാന്മാര് മുഴുവനും. മക്കളെ കൊണ്ട് മഗ്‌രിബ് സമയത്തിന് ശേഷം പുറത്തിറക്കാറുണ്ടായിരുന്നില്ല. അവർ അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയില്ല. അതുകൊണ്ട് തന്നെ സൂറത്ത് തബാറകയും സൂറത്തുൽ വാഖിയയും സൂറത്തു സജദയുമെല്ലാം അവർ ജീവിതത്തിൽ പതിവാക്കിയവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ വാഖിയനെ കുറിച്ചും സൂറത്തു തബാറകയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഹിയൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണത്. അതുകൊണ്ട് അത് ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണേ, ജീവിതത്തിൽ നിങ്ങൾ അതൊന്നും ഒഴിവാക്കാതിരിക്കണേ. കാരണം النبي صلى الله عليه وسلم كان لا ينام حتى يقرأ ألف لام ميم تنزيل وتبارك الذي بيده الملك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തു സജദയും അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് എന്ന സൂറത്തു സജദയും അതുപോലെ തന്നെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ എന്ന് തുടങ്ങുന്ന സൂറത്തു തബാറകയും നിത്യം ജീവിതത്തിൽ അത് ഓതാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനോടുകൂടെ ഉമ്മമാരെ, ഈ റമദാനോടുകൂടെ സൂറത്തു തബാറകയും സൂറത്തുൽ വാഖിയയും സൂറത്തു സജദയും നാം പതിവാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉടനീളം അത് മറക്കാതെ നിങ്ങൾ ചെയ്യണേ. കാരണം ആയിഷ ബീവിയുടെ പകൽ മുഴുവനും ഖുർആനായിരുന്നു. ചരിത്രത്തിൽ കാണാം, പരിശുദ്ധമായ റമദാൻ വന്നാൽ ആയിഷ ബീവിയുടെ പകൽ മുഴുവനും ഖുർആനായിരുന്നു. ആയിഷ ബീവി നിങ്ങൾക്ക് മാതൃകയാണ്. റാബിയത്തുൽ അദവിയ്യ ജീവിതത്തിൽ മുഴുവനും ഖുർആൻ ഓതി ജീവിച്ച മഹാനാണ് റാബിയത്തുൽ അദവിയ്യ. അതുകൊണ്ട് ഉമ്മമാരെ, മഗ്‌രിബിന്റെ സമയമായാൽ നിങ്ങൾ ഖുർആനിലേക്ക് കടക്കണേ. തൽക്കാലം അതൊന്ന് ഓഫ് ചെയ്യണേ. അതിൽ വരുന്ന ചാനലുകളും അതിൽ വരുന്ന സീരിയലുകളും നിങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കണേ. റമദാനായാൽ ചിലർക്ക് TV ഒക്കെ നല്ല മൂടിയിടും, പക്ഷെ ഇന്നത് കാണുന്നില്ല. ശൈത്താൻ നല്ല രീതിയിലും പ്രേരിപ്പിക്കാൻ വേണ്ടി വരും. കാരണം എന്താ, ഖുർആൻ ഇന്ന് TV-യിൽ ഇസ്ലാമിക പ്രോഗ്രാമുകളാണ്. ഇന്ന് റമദാനായ ഇസ്ലാമിക പ്രോഗ്രാമുകൾ. അപ്പൊ TV ഒന്നുകൂടി ഓണാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് ഈ ദാറുൻ നജുവിൽ യോഗം കൂടിയപ്പോൾ നല്ലൊരു പണ്ഡിതന്റെ കോലത്തിലാണ് ആര് വന്നത്? ഇബ്ലീസ് വന്നത്. അങ്ങനെ പേപ്പിക്കാൻ വേണ്ടി നല്ലൊരു ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല രൂപത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും വരും. അങ്ങനെ വന്ന ഒരു ഇബ്ലീസാണ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ റമദാനിൽ ഇസ്ലാമികപരമായ പ്രവർത്തനങ്ങൾ TV-യിലൂടെ വരിക എന്നുള്ളത്. അതുകൊണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ TV ഓഫാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരിശുദ്ധമായ ഖുർആനിൽ ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങൾ സമയം കാണണം.
കാരണം മഗ്രിബ് സമയമായാൽ മുൻഗാമികളായ മഹാന്മാരും മഹദികളുമായ ആളുകൾ പരിശുദ്ധമായ ഖുർആനിൽ മാത്രമായിരുന്നു അവരുടെ ജീവിതം. അതിലൂടെയായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്? പരിശുദ്ധമായ ഖുർആനിനെ ജീവിപ്പിച്ചത്. അതുകൊണ്ട് ഓതുമ്പോൾ മുൻഗാമികളായ ആളുകളുടെ ജീവിതം കണ്ട് പഠിച്ചുകൊണ്ട് അവർ പോയ സ്വർഗത്തിലേക്കാണ് നാമും കടക്കേണ്ടത്. അവർ മരണപ്പെട്ടതുപോലെ നമുക്കും മരണപ്പെടേണ്ടതാണ് എന്ന ഒരൊറ്റ ബോധത്തോടു കൂടെയായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത്. ആത്മാർത്ഥതയോടുകൂടെ നാം അത് ചെയ്യണം. നിങ്ങൾക്കറിയുമോ ഇമാം അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു? ആരാണ് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു? ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമേ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അഖാല അബുൽ ആലിയ സനാഉഹു അലൈഹി എന്ന് പറയുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിനെ. അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല. ആരെപ്പോലെ? ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ. ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം കിട്ടാത്ത മഹാനാണ് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു. ആ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ യമനിലാണ് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു. ഉടനെ തന്നെ അവിടുന്ന് യാത്ര പുറപ്പെട്ടു മദീനയിലേക്ക്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തിൽ കാണാൻ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കിട്ടിയില്ല. ആ ഭാഗ്യം കിട്ടാത്ത അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ മദീനയിലെത്തി ഓരോ സ്വഹാബികളെയും ചെന്ന് കണ്ട് ആലിംഗനം ചെയ്തു. എന്നിട്ട് ഓരോ സ്വഹാബികളെ കാണുമ്പോഴും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഈമാനാകുന്ന പ്രഭ ഊറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അത് ഊറ്റിയെടുത്ത സ്വഹാബത്തിൽ നിന്ന് ഊറ്റിയെടുക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സഹാബികളെയും അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു സന്ദർശിക്കുകയാണ്. അവസാനം അതാ ഇമാം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലുന്നു. അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹിക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞു. കുറെ കരഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു അകത്ത് പോയി കൊണ്ട് ഒരു ആപ്പിൾ പഴം കൊണ്ടുവന്നു കൊടുത്തു. ആ ആപ്പിൾ പഴം അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു കയ്യിലേക്ക് കിട്ടിയ പാടെ അത് തിന്നുകയല്ല ഭക്ഷിക്കുകയല്ല ചെയ്തത്, ശരീരമാസകലം തടവുകയാണ്. തുഫാഹത്തുൻ മസ്സത്ത് ബിയദിൻ മസ്സത്ത് ബിഹാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ സ്പർശിച്ച കൈകളിൽ നിന്ന് കിട്ടിയ ആപ്പിൾ പഴത്തിന് പ്രത്യേകമായ മാധുര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരമാസകലം അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു ആ ആപ്പിൾ പഴം കൊണ്ട് തടവി. എന്നിട്ട് പറഞ്ഞു, ഈ ആപ്പിൾ പഴത്തിന് നിങ്ങൾ ആരും കാണാത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്? റസൂലുള്ളാഹിക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്തു കൊടുത്ത കൈകളിൽ നിന്ന് കിട്ടിയ ആപ്പിൾ പഴമാണ്. റസൂലുള്ളാഹിന്റെ മുടി ചീകി വെച്ച് കൊടുത്ത കൈകളിൽ നിന്ന് കിട്ടിയ ആപ്പിൾ പഴമാണ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് തിരിച്ചു വെച്ചു കൊടുത്തതായ കൈകളിൽ നിന്ന് കിട്ടിയ ആപ്പിൾ പഴമാണ്. ഈ ആപ്പിൾ പഴത്തിന് നിങ്ങളാരും കാണാത്ത ഒരു പ്രത്യേക മാധുര്യമുണ്ട് എന്ന് അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു പറയുകയും, ഈ അബുൽ ആലിയത്ത് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്റെ വിഷയം പരിശുദ്ധമായ ഖുർആനാണ്. ആ